ബർത്ത്ഡേ എങ്ങാണോ പെട്ട്. കഴിഞ്ഞ വർഷത്തുള്ള ബർത്ത്ഡേക്ക് ഞാൻ സാരി മേടിച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞ് എന്റെ എല്ലാ തുണി എടുത്ത് ഇവിടെ നാടോടികൾക്ക് കൊടുത്തു. അവസാനം ഞാൻ ഒറ്റ മുണ്ടില ഒരാഴ്ച തള്ളി നീക്കിയത്. എന്തായാലും എവിടെ സോപ്പിട്ടേക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു സുമ. അതൊന്നും അല്ല, ഇന്ന് 1-ാം തീയതി അല്ലേ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരനില്ലേ മുരളി, അവ ഇവിടെ കഴിഞ്ഞ മാസം വന്നപ്പോ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് അറിയാലോ. എന്റെ പശു ചരിഞ്ഞ്. അത് മാത്രമല്ല, ഞാൻ 10-ാം ക്ലാസ്സിൽ തുല്യത പരീക്ഷ എഴുതി, അതിനും പൊട്ടി. നീ പഠിക്കാൻ പുറകോട്ടാന്ന് എനിക്ക് നിനക്കും അറിയാം. അതുകൊണ്ടാ നീ തോറ്റാലും നമുക്കറിയാം. പിന്നെ എന്തിനാടി അതെടുത്ത് അവന്റെ തലേ എന്നാ പിന്നെ അത് പോട്ടെ. പാവം എന്റെ അനിയെ, അവ ഒരു വണ്ടി എടുത്തപ്പോഴേക്കാണ് പോലീസ് പിടിച്ചില്ലേ. ഈ പാവാരി എവിടുന്നാ വണ്ടി എടുത്താന്നറിയാവോ? റെയിൽവേ സ്റ്റേഷനിൽ നാട്ടുകാർ കൊണ്ടിട്ടാക്കുന്ന വണ്ടി എടുത്തോണ്ടങ്ങ് പോയി. പിന്നെ പോലീസ് പിടിക്കത്തില്ലയോ? അവന് മാറിപ്പോയതല്ലേ. എങ്ങനെ മാറാനടി? നിന്റെ അനിയന്റെ വണ്ടി ഏതാ? ലൂണ. മാറിയെടുത്ത വണ്ടി ഏതെന്നറിയാവോ? 2.5 ലക്ഷം രൂപയുടെ ഡ്യൂക്ക്. ഇങ്ങനെ ന്യായീകരിക്കും. അതെ, നിങ്ങൾ എന്റെ കുടുംബക്കാരെ കളിയാക്കണമെന്ന് നിൽക്കണ്ട. നിങ്ങളുടെ അച്ഛനെ ഒരു പ്രാവശ്യം പോലീസ് പിടിച്ചതല്ലേ. അത് എങ്ങനെ പിടിച്ചെന്ന് ചോദിക്കും. എന്നെ പിടിക്കാനുള്ള പോലീസ് എന്റെ അച്ഛനെ പിടിച്ച്. അതും ഇവളുടെ അച്ഛൻ തന്നെ സ്വർണം പണയം വെക്കാൻ പോയപ്പോ. എന്നാലും നിന്റെ അച്ഛൻ ഞങ്ങളെ മുക്കോടുന്നത് പറ്റിച്ചല്ലോടി. മരിച്ചവരെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞൂടാ. പാവം എന്റെ അച്ഛൻ എന്നും എന്നെ കാണാൻ വരും, അതും കാക്കയുടെ രൂപത്തില്. 100 ആയുസ് എന്റെ അച്ഛൻ വന്നിരിക്കുന്നാണ്ടാ. 65-ാമത്തെ വയസ്സിൽ ഓച്ചർ അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോ കമ്മറ്റിക്കാര് ഫ്രീ ആയിട്ട് കരിമ്പ് ജ്യൂസ് കുടിച്ചു. ആരെടുത്ത് മാക്ക് അടിച്ച് കയറ്റി. എന്നിട്ട് ഷുഗർ വന്നാണ് ഇവളുടെ അച്ഛൻ മരിക്കണം. ഇപ്പൊ കാക്കയായിട്ട് വന്നപ്പോ 100 ആയുസെന്ന്. എടി, ഇല്ലിരിക്കുന്ന കാക്ക നിന്റെ അച്ഛനല്ല. അതെങ്ങനെ നിങ്ങൾക്കറിയാം? നിന്റെ അച്ഛനാണെങ്കിൽ എന്നെ കൺവട്ടത്ത് വരത്തില്ലായിരുന്നു. മണ്ഡപത്തിൽ നിറങ്ങിട്ട് ഇപ്പൊ തരാന്ന് പറയാ ശ്രീധരൻ. എന്നിട്ട് ഇതുവരെ ഞാനാ പുള്ളിയെ കണ്ടില്ലേ. ആവശ്യത്തിൽ കൂടുതൽ എന്റെ കുടുംബക്കാരെ വെച്ച് കൗണ്ടർ അടിച്ചില്ലേ. ഇനി മാറ്ററിലോട്ട് കടക്കാം. ഇന്നും കൂടെ ആ മുരളി ഇവിടെ കയറി വന്ന ഈ മാസവും കൂടെ നശിച്ചു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവരൊക്കെ ഒന്ന് മുടക്കണം. കാര്യം ശരിയാണ്, അവന്റെ കൂട്ടുകാരാണ്. പക്ഷെ ചിലവർ 1-ാം തീയതി വന്ന് കയറി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ എന്തോ ചെയ്യും? എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. എന്നാ പറ. ഞാനേ ഗേറ്റിന്റെ ഫ്രണ്ടിൽ നമ്മുടെ പട്ടിയെ കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് കുപ്പിച്ചില്ലും വെതർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഗേറ്റ് തുറന്ന് കയറുമ്പോ തല വീഴുന്ന രീതിയിൽ ഒരു കല്ലും കെട്ടി തൂക്കി ഇട്ടിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റി അടി ഇതൊക്കെ. കൂടിപ്പോയി. നിങ്ങൾ പേടിക്കേണ്ട മനുഷ്യ, കുറുവ സംഘം കയറാതിരിക്കാൻ വേണ്ടി ചെയ്തതാന്ന് ഞാൻ പറഞ്ഞോളാം. അതാകുമ്പോ നമ്മൾ സേഫ് ആണല്ലോ. പിന്നെ ഇവിടെ 1-ാം തീയതി കയറാനായിട്ടേ നമ്മുടെ ബിജുക്കുട്ടൻ ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ അയൽവാസി സെലിബ്രേറ്റ് ചെയ്യില്ലേ, പുള്ളിക്കാരൻ ഭയങ്കര ഐശ്വര്യാന്നാ പറയുന്നത്. എന്റെ പൊന്നോ, പുള്ളിക്കാരനെ ഇങ്ങോട്ട് വിളിക്കല്ലേ. പുള്ളിക്കാരനെ കാണാനുള്ള ഐശ്വര്യമുള്ളു. വീട്ടിൽ വന്ന് കയറി ഒരൈശ്വര്യമില്ല. ഇതേപോലെ 1-ാം തീയതി എന്റെ വീട്ടിൽ വന്ന് കയറി പ്ലാവെ ചക്ക ഇടാൻ കയറി. അച്ഛൻ ചക്ക വീഴുന്ന മുമ്പ് അച്ഛൻ താഴെ വീണു. അതുകൊണ്ട് ചക്ക എടുത്ത് ഐശ്വര്യ കയറ്റി. അല്ല, അച്ഛനെ എടുത്ത് ഐശ്വര്യ കയറ്റി. എന്നാ പിന്നെ ഞാൻ എന്റെ അമ്മാവനെ വിളിക്കാം. നിന്റെ അമ്മാവന്റെ നാളെ ഏതാ? കാർത്തിക. ചില കോമഡി സ്കിറ്റ് പറഞ്ഞൊന്നും പോലെ മൂലാംബരണിയൊന്നും വന്നില്ലല്ലോ. ഇത് നല്ല നാളാ. നീ നിന്റെ അമ്മാവനെ വിളിക്കും. മുരളി വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു കരച്ചില് കേക്കാം. അവനോട് വരാൻ പറയടി. എന്താ മുരളി? അമ്മ കുറച്ച് പാല് തന്നു വിട്ടിട്ടുണ്ട്, അത് തരാൻ വന്നതാ ഞാൻ. നിങ്ങൾ മിണ്ടായിരിക്കും മനുഷ്യ. എല്ലാ മാസം വന്ന് നമുക്കല്ലേ അവൻ പണി തരുന്നേ. ഇപ്രാവശ്യത്തെ പണി അവനിരിക്കട്ടെ. കേറി വന്നോളൂ മുരളി. എടി, ആ പട്ടിയുടെ കുരയൊന്നും കേൾക്കുന്നില്ലല്ലേ? അവനാ പട്ടിയെ പിടിച്ച് തിന്നാ. നീ അങ്ങോട്ട് ചെന്ന് നോക്കിയടി. മനുഷ്യ, എന്തെണ്ണ ഇത്ര കാര്യമായിട്ട് നോക്കണേ? ഒരു എരണം കേട്ടവൻ എല്ലാ മാസവും വീട്ടിൽ വന്ന് കേറും. അവൻ കേറാതിരിക്കാൻ വേണ്ടി വെളിയിലൊരു കെടി വെച്ചേക്കോളാം. എന്നാ പിന്നെ ഞാൻ അത് കണ്ടിട്ട് പാല് തരാൻ കേട്ടാ. നല്ല ഐഡിയ. അത് കണ്ടിട്ട് നമുക്ക് ഈ പാലെടുത്ത് അവളെ കൊണ്ട് ചായ ഉണ്ടാക്കി നമുക്ക് രണ്ടുപേർക്കും കുടിക്കാം. മുരളി എങ്ങനെ വന്നു? ഞാൻ പിറകോശത്തോടെ വന്ന്. ഇന്ന് ഞാൻ സുദർശനന്റെ വീട്ടിൽ 1-ാം തീയതി ആയിട്ട് കയറി നേരെ മതിൽ ചാടി ഇങ്ങോട്ട് വന്ന്. വെറുതെ ഞാൻ ഇതിന് കയറി കിടന്ന് കറങ്ങണത് കാണുന്നില്ലല്ലോ. എന്തോ പ്ലാനായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് പോലും ഇത്രയും വലിയ പ്ലാൻ ഇല്ലായിരുന്നു. മുരളി, നീ ഏരിയ മൊത്തം നശിപ്പിക്കാനുള്ള കോൺട്രാക്ട് വലിയ ഏറ്റെടുത്തിട്ടുണ്ട്. അറിയാൻ വേണ്ടി ചോദിക്കുക. ഒന്ന് പോയണ്ട അങ്ങോട്ട്. അടങ്ങണ്ണ നിങ്ങള്. ചേട്ടാ, മുരളിയുടെ സൗണ്ട് ഒന്ന് കേ. കഴുകിയത് ചേച്ചി. ഇത് വെള്ളമല്ലേ ചേച്ചി? കിണറ്റില്ലേ വല ഇട്ടിട്ടില്ലേ ചേച്ചി? പൂ അടക്കണ വെള്ളത്തില്. പുണ്യാഹുവായിരുന്ന ഞാൻ അത് അറിഞ്ഞില്ല ചേട്ടാ. ഇനിയിപ്പോ കുഴപ്പമില്ല, ഞാൻ ഇതിന് കുടിക്കട്ടെ. വീട്ടില് കാലുകുത്തി പോവരുത്. മനുഷ്യ, മര്യാദക്ക് ഇതിനെ ഇവിടെ പറഞ്ഞു കേട്ടോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ എന്തെങ്കിലും ചെയ്യും. ചേച്ചിക്ക് എന്തിനു പറ്റിയണ്ണാ? എടാ, നീ ഒന്നും പറ്റണ്ട. നീ പാല് വെച്ചാൽ ഇവിടെ പോടാ. പോവാൻ
അയ്യോ എന്റെ പൊന്നു മുരളി, ഞാൻ ഇവിടെ ഒന്നും വച്ചിട്ടില്ല. ഒരു യാത്ര ഉണ്ടായിരുന്നേ. യാത്രയുണ്ടാ? എന്നാ പിന്നെ ഞാനും കൂടെ വരാം കേട്ടോ. കണ്ടില്ലെങ്കിൽ ഇവിടെ ഭയങ്കര ബോറടിയാണ്. അയ്യോ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞേ വരൂ. അതെന്തായാലും എനിക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ല. അതുകൊണ്ട് എത്ര ദിവസം വേണമെങ്കിലും എനിക്ക് നിങ്ങളുടെ ഇവിടെ നിൽക്കാം. ഞാനും കൂടെ വരാൻ ചേച്ചി. മനുഷ്യ ഇനി വന്നേ. ഇന്ന് 1-ാം തീയതി ആദ്യം കയറി വന്നത് ഇയാളാ. ഈ വീട് ഇടിഞ്ഞ് തലയെ കൂടെ വീഴുന്നതിന് മുമ്പ് ഇതിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്ക്. ഓ നീ പുതിയ പട്ടിയെ മേടിച്ചെന്നറിഞ്ഞല്ലോടാ. ഓ അണ്ണ വാങ്ങിച്ച് ഡാഷ്. ഇപ്പൊ കള്ളന്മാരെ കാലമൊക്കെ അല്ലേ, അതുകൊണ്ട് അമ്മ പറഞ്ഞു ഒരു പട്ടിയെ വാങ്ങിക്കാൻ. കാരണം വീടൊക്കെ നോക്കാൻ ഒരാൾ വേണമല്ലോ, അതുകൊണ്ട് വാങ്ങിച്ച്. നീ സ്ഥിരമായിട്ടാ വീട്ടിലില്ലേ? ഉണ്ടെന്നാ. പിന്നെ എന്തിനാ ഈ പട്ടിയുടെ ആവശ്യം? അല്ല എന്നെ കൂട്ടാനൊരു പട്ടിയെ വേണമെന്ന് പറഞ്ഞായിരുന്നു. നിന്റെ പട്ടിയൊന്ന് നോക്കട്ടെ. ഓ അണ്ണ വാ നമുക്ക് പോയി നോക്കാം. അവൻ ഞാൻ അവളോട് പറയട്ടെ. ഡാഷ് സുമേ, ഞാൻ അവനെ അങ്ങോട്ട് വീട്ടിൽ കൊണ്ടുവിടുവാണ് മോളെ. ഓ ശരി എന്നാ കൊന്നേനെ.